17-ാം ദിവസം അപര്യാപ്തത മനോഭാവം. ജീവിതത്തിൽ എപ്പോഴും എന്തിൻ്റെയോ കുറവുണ്ട് എന്ന മിഥ്യാധാരണയാണ് അപര്യാപ്തത മനോഭാവം അല്ലെങ്കിൽ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ളത് തികയില്ല എന്ന ഭയം സാധനങ്ങൾ വാങ്ങിക്കൂട്ടാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. എന്നാൽ ഈ ശീലം സമാധാനത്തിന് പകരം ഉത്കണ്ഠയാണ് നൽകുന്നത്. വചനഭാഗം മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അപ്പം വർദ്ധിപ്പിക്കുന്ന ഭാഗമാണ്. ഈശോയെ കേൾക്കാൻ വന്ന അനേകമായിരം ആളുകൾ അവർ ഭക്ഷണം കിട്ടാതെ വലയുന്നു. ശിഷ്യന്മാർ കണ്ടത് 5 അപ്പവും 2 മീനും മാത്രമാണ്. ഇതുകൊണ്ട് എന്താവാനാണ് എന്നതായിരുന്നു അവരുടെ ചിന്ത, അതായത് സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ്. എന്നാൽ യേശു നോക്കിയത് സമൃദ്ധിയിലേക്കാണ്. അവൻ ആ കുറവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു, നന്ദി പറഞ്ഞു, തുടർന്ന് ഭക്ഷണം വിതരണം ചെയ്യാൻ തുടങ്ങി. നമ്മുടെ കയ്യിലുള്ളത് എത്ര ചെറുതായാലും ഭയത്തോടെ മുറുകെ പിടിക്കാതെ നന്ദിയോടെ പങ്കുവെക്കുമ്പോഴാണ് അത് വർദ്ധിക്കുന്നത്. സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് നമ്മുടെ തലച്ചോറിനെ ടണൽ വിഷനിലേക്ക് നയിക്കുന്നു. ഇത് ബുദ്ധിപൂർവം ചിന്തിക്കാനുള്ള തലച്ചോറിൻ്റെ കഴിവിനെ ഇല്ലാതാക്കുന്നു. പൂഴ്ത്തിവെപ്പും ഉത്കണ്ഠയും. സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ ഭാവിയിൽ കിട്ടിയില്ലെങ്കിലോ എന്ന പേടിയിൽ സാധനങ്ങൾ അമിതമായി സൂക്ഷിക്കുന്നത് നമ്മുടെ ഉള്ളിൽ സമ്മർദ്ദമുണ്ടാക്കുന്ന കോർട്ടിസോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. എന്നാൽ യഥാർത്ഥ സുരക്ഷിതത്വം സാധനങ്ങൾ കുന്നുകൂട്ടുമ്പോഴല്ല, മറ്റുള്ളവർക്ക് പങ്കുവെക്കുമ്പോഴാണ് നമുക്ക് ആന്തരിക സമാധാനം ഉണ്ടാകുന്നത്. 2026 കണക്കുകൾ പ്രകാരം ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷണത്തിൻ്റെ 1/3 ഭാഗവും പാഴായി പോകുന്നു. അതിന് കാരണം വികസിത രാജ്യങ്ങളിലെ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റുള്ള ആളുകൾ ധാരാളമായി സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നു, പിന്നീട് അത് ചീഞ്ഞഴിഞ്ഞ് പോകുന്നതുമാണ് പ്രധാന പ്രശ്നം. മറുഭാഗത്ത് ദശലക്ഷക്കണക്കിന് ആളുകൾ ഒരു നേരത്തെ ഭക്ഷണം പോലുമില്ലാതെ കഷ്ടപ്പെടുന്നു. വിഭവങ്ങളുടെ കുറവല്ല, മറിച്ച് അത് ശരിയായി പങ്കുവയ്ക്കാനുള്ള വിമുഖതയാണ് ലോകത്തിലെ വിശപ്പിന് കാരണം. ഇന്നത്തെ ദിവസം നമുക്ക് ചിന്തിക്കാം, നമ്മൾ ഈ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റുള്ള ആളുകളാണോ? വർഷങ്ങളായി ഉപയോഗിക്കാതിരിക്കുന്ന വിലപിടിപ്പുള്ള പല സാധനങ്ങളും നമ്മുടെ കൈവശമുണ്ട്. അനാവശ്യമായി കൂട്ടിവെച്ചിരിക്കുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് കൊടുക്കുക. ദൈവം അനുഗ്രഹിക്കും.